ശ്രീ പ്രദീപാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ പ്രദീപ്, താങ്കൾ തിരുവനന്തപുരത്ത് എത്തിയോ? നമസ്കാരം കിരൺ. നമസ്കാരം. അതെ അതെ, ഓക്കെ. എങ്ങനെയുണ്ട് കേരളത്തിൽ വന്നിട്ട്? കേരളത്തിലെ ഈ വിവാദം താങ്കൾ കേട്ട് കാണുമല്ലോ. ഈ വിവാദത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കിരൺ, ഈ മിസ്റ്റർ CP ജോൺ എന്ന് പറയുന്ന വ്യക്തി ബേസിക്കലി എനിക്ക് തോന്നുന്നു കേരള രാഷ്ട്രീയത്തില് അങ്ങനെ അനാവശ്യമായ കോൺട്രവേഴ്സി ഒന്നും ഉണ്ടാക്കാത്ത നല്ലൊരു വ്യക്തിപരമായ നല്ലൊരു ആളാണെന്നാണ് എന്റെ. അദ്ദേഹത്തിനൊരു അബദ്ധവശാൽ വായിൽ നിന്ന് വീണുപോയൊരു വാക്കായിരിക്കാം. അദ്ദേഹം അതിനെ മാറ്റി പറയുകയും ചെയ്തു. അപ്പൊ നമുക്ക് ആ വിഷയം വിടുക എന്നുള്ളതാണ് എന്റെ ഒരു പേഴ്സണൽ കാര്യം. പിന്നെ എന്റെ ഈ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ നാട്ടിൽ വന്നിട്ട് നമ്മുടെ ഇപ്പം മിസ്റ്റർ കിരൺ തന്നെ പറഞ്ഞു ദാരിദ്ര്യം ഇല്ല, അതിദാരിദ്ര്യം ഇല്ലെന്ന്. ദാരിദ്ര്യത്തിന് ഒരൊറ്റ ഇതേ ഉള്ളൂ, ദാരിദ്ര്യം എന്നൊരിതില്ല, ദാരിദ്ര്യം തന്നെയാണ്. ആ ദാരിദ്ര്യം മനസ്സിലാക്കണമെങ്കിൽ 2016 നിന്ന് കേരളത്തിൽ നിന്ന് വിദേശ രാജ്യത്ത് വലിയ സമ്പന്ന രാജ്യങ്ങളിൽ പോയിട്ട് തിരികെ 2026 ഞാനൊന്ന് ജസ്റ്റ് സൂചിപ്പിച്ചോട്ടെ. ഈ അതിദാരിദ്ര്യം എന്ന് പറയുന്നത് സർക്കാരാണ് ഒരു മാനദണ്ഡം വെക്കുന്നത്, കേന്ദ്ര സർക്കാരാണ് മാനദണ്ഡം വെച്ചിരിക്കുന്നത്. ഇത്ര ഇന്ന സൗകര്യങ്ങൾ ഇല്ലാത്തവർ, ജീവിതത്തിൽ ആ ഇന്ന സൗകര്യങ്ങൾ ഇല്ലാത്തവർ അതിദാരിദ്ര്യരായി കണക്കാക്കാം. അല്ലാതെ ദരിദ്രരില്ല എന്നല്ല ഒരാളും പറയുന്നത്. കഴിഞ്ഞ സർക്കാർ വല്ല വ്യക്തി അതിദാരിദ്ര്യം അത് ഒരു ദിവസം ഇന്നിപ്പോൾ ഇല്ലാതായെന്ന് വെച്ചാൽ നാളെ ഇല്ലാതാവണം എന്നില്ല. നാളെയും ഈ തുടർ പ്രക്രിയയിലൂടെ തുടർച്ചയായി അതിദാരിദ്ര്യമുള്ള ആളുകളെ ജീവിതത്തിലേക്ക്, അവർക്ക് ജീവിതത്തിൻ്റെ വരുമാനത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന് മാത്രം അതിദാരിദ്ര്യമുക്തിയായിട്ടുള്ളൂ. അല്ല ദാരിദ്ര്യമുക്തിയൊന്നും കേരളത്തിലോ ഇന്ത്യയിലോ അല്ലെങ്കിൽ ഒരു മൂന്നാം ലോക രാജ്യത്തോ അല്ലെങ്കിൽ വികസിത രാജ്യം, താങ്കളൊക്കെ അമേരിക്കയിൽ പോലും ദരിദ്രരുടെ എണ്ണത്തിലൊന്നും കുറവൊന്നുമില്ല. അപ്പോൾ അതൊന്നും ഇവിടെയൊന്നും സാധ്യമായിട്ടൊന്നുമില്ല. അതിദാരിദ്ര്യർ ഒരു ഗതിയും ഇല്ലാത്ത മനുഷ്യർ എന്ന അവസ്ഥയിൽ നിന്ന് അവരെ ഒരു ലേശം ജീവിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക, അത് അത്രയും മാത്രമേ അതിദാരിദ്ര്യമുക്തി എന്ന് പറഞ്ഞാൽ അർത്ഥമുള്ളൂ. അതെ അതെ, അത് ഞാൻ എന്റെ കാഴ്ചപ്പാടിൽ കാണുന്നത് ദാരിദ്ര്യം എന്നത് സാധനം മാത്രമാണ്. അത് അങ്ങനെ ഒരു ഇതില്ല. അത് കേന്ദ്രം ഇട്ടാലും കേരളം ഇട്ടാലും എന്ത് മാനദണ്ഡം ഇട്ടാലും ഒരു മനുഷ്യൻ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നുവെങ്കിൽ അതൊരു ഗതികെട്ട അവസ്ഥയാണ്. ആ അവസ്ഥ കാണണമെങ്കിൽ തിരുവനന്തപുരം RCCക്ക് അകത്തൊന്ന് പോയി നോക്കണം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനകത്തൊന്ന് കയറി നോക്കണം. ആ ദാരിദ്ര്യം കാണണമെങ്കിൽ തമ്പാനൂർ ബസ് സ്റ്റാൻഡിനകത്ത് ശൗചാലയം അവിടുത്തെ നമ്മുടെ ടോയ്ലറ്റിൽ ഒന്ന് പോയി നോക്കണം. ഇത് കാണണമെങ്കിൽ നമുക്ക് ശരിക്കും മനസ്സിലാവും 2016 എന്തായിരുന്നോ അതിൽ നിന്ന് യാതൊരു മാറ്റവും ഇല്ല. മിസ്റ്റർ കിരൺ വളരെ വിഷമത്തോടെ പറയണം, ഈ 3 സ്ഥലവും ഞാൻ കഴിഞ്ഞ ഒരാഴ്ച കയറി ഇറങ്ങിയ വ്യക്തിയാണ് ഒരാവശ്യമായിട്ട്. ഞാൻ കണ്ട ഈ ദാരിദ്ര്യം, ഒരു നേരത്തെ ആഹാരത്തിന് ഇപ്പോഴും അതിനകത്ത് RCCക്കകത്ത് വേദനിച്ച് അവർ ഓടി നടക്കുന്ന വ്യക്തികളെ ഞാൻ എന്റെ കണ്ണിൽ കണ്ടു. എന്നാൽ കഴിയുന്ന ഞാൻ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊരു പരിമിതിയുണ്ട്. ഇപ്പോഴും മരുന്ന് ഞാനൊരു വിഷയം പറഞ്ഞോട്ടെ. താങ്കൾ ഈ 2016 എന്നുള്ള വർഷം പറഞ്ഞത് താങ്കളുടെ സർക്കാർ ഉദ്ദേശമാണെന്ന് മനസ്സിലായി. ഈ 2016 മുതൽ 2026 വരെയുള്ള കാലത്ത് മാറ്റം ഉണ്ടായിട്ടില്ല ഒന്നും അല്ല. 2016-26 വരെയുള്ള കാലത്ത് കേരളത്തിലെ തിരുവനന്തപുരം RCCയിലായാലും, ഇവിടെയെല്ലാം ഞാനും പോയിട്ടുള്ളതാണ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായാലും തിരുവനന്തപുരം KSRTC ബസ് സ്റ്റാൻഡിലായാലും അതിൻ്റെ ഭൗതിക സൗകര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് 2016 മുതലുണ്ടായ മാറ്റമൊന്നുമല്ല, അതിന് മുമ്പുണ്ടായ UDF സർക്കാരിൻ്റെ കാലത്തും മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ കാലാകാലങ്ങളായി കേരളത്തിൻ്റെ ഏത് സർക്കാർ വന്നാലും കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലെ, പൊതുവിദ്യാഭ്യാസ മേഖലയിലെ, പൊതു ഗതാഗത മേഖലയിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് മോശപ്പെട്ട അവസ്ഥയിലേക്കൊന്നും പോവുകയല്ല, അല്ലെങ്കിൽ അത് സ്റ്റാഗ്നൻ്റ് ആയിട്ട് പഴയ അവസ്ഥയിൽ തന്നെ പുരോഗമിക്കാതെ നിൽക്കുകയൊന്നുമല്ല. അതൊരു യാഥാർത്ഥ്യമാണ്, അത് താങ്കൾ അംഗീകരിക്കണം. അത് നോക്കൂ കിരൺ, ഞാൻ ഇപ്പം ചെറിയ മാറ്റങ്ങൾ ഉണ്ടെന്നൊക്കെ എന്റെ കാഴ്ചപ്പാട്, ഞാൻ എന്റെ കാഴ്ചപ്പാട് പറഞ്ഞു. താങ്കൾ അമേരിക്കയുടെ ഒരു സൗകര്യത്തിൽ നിന്ന് സ്വാഭാവികമായി അത്തരം മാറ്റങ്ങൾ എന്റെ മനസ്സിൽ തോന്നിയ വേദന ഞാൻ പറഞ്ഞത്, എന്റെ നാട്ടിൽ 2014 നിന്ന് 2026 വന്നപ്പോൾ വലിയ മാറ്റങ്ങൾ ഒന്നും വന്നിട്ടില്ല. വളരെയധികം പ്രതീക്ഷയോടെ കയറി വന്ന ശ്രീ VD സതീശൻ, അദ്ദേഹം എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഒരാൾക്ക് സൗജന്യം കൊടുക്കേണ്ട കാര്യമില്ലെന്നേ. ഈ ബസ്സിൽ കൊടുത്ത സൗജന്യത്തിന്റെ ഈ പണം മാത്രം മതി ഈ RCCയിൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ ഈ KSRTC ബസ് സ്റ്റാൻഡിനകം ശുചീകരിക്കാനും വൃത്തിയാക്കാനും എന്തിനാണ് ഇവർക്ക് സൗജന്യം കൊടുക്കുന്നത്? ഈ സൗജന്യ യാത്ര ചെയ്യുന്നതിൽ ഒരു മാനദണ്ഡം വെച്ചിട്ടാണെങ്കിൽ ഓക്കെ, പിന്നോക്ക വിഭാഗത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അങ്ങനെ സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്ക് എല്ലാ സ്ത്രീകൾക്കും സൗജന്യം കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അമേരിക്കയിൽ പോലും സൗജന്യം ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ദാരിദ്ര്യമായിരിക്കുന്ന കേരളത്തിൽ സൗജന്യം കൊടുക്കേണ്ട കാര്യം? സൗജന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. നോക്കൂ, നമ്മളെ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് മേഖലകളിൽ നമ്മൾ വളരെ പിന്നോക്കമാണ്, വളരെ മോശമാണ്. അതറിയണമെങ്കിൽ VD സതീശൻ, ബഹുമാനപ്പെട്ട മിസ്റ്റർ VD സതീശൻ, താങ്കൾ ഇത് എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ആ തമ്പാനൂർ ബസ് സ്റ്റാൻഡിനകത്ത് ഒന്ന് കയറി ആ ശൗചാലയം, അവിടുത്തെ നമ്മുടെ ശുചിമുറിയിൽ ഒന്ന് പോയി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും തിരുവനന്തപുരം തലസ്ഥാനത്തിന്റെ എത്ര ഗതികെട്ട അവസ്ഥയിലാണ് നമ്മളത്. നാറ്റം കൊണ്ട് അതിനകത്ത് കയറാൻ പറ്റില്ല. അറിയോ, 5 രൂപ കൊടുത്ത് നിങ്ങൾ യൂറിൻ പാസ് ചെയ്യണമെങ്കിൽ പോലും നിങ്ങളുടെ ഗതികെട്ട അവസ്ഥ മൂക്കിൽ പിടിക്കാതെ പോകാൻ പറ്റില്ല. യൂറിൻ ഇൻഫെക്ഷൻ വരാൻ 90% ചാൻസ് ആണ്. സോ പ്ലീസ്, നിങ്ങളെ വായ്ത്താരി അടിക്കാതെ, രാഷ്ട്രീയം കളിക്കാതെ എന്തെങ്കിലും ചെയ്യൂ.
വെറുതെ രാഷ്ട്രീയം കളിച്ച് ബിരിയാണി തിന്ന് കറങ്ങി നടക്കാതെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യൂ. ഇനി ഇത് കേട്ടോണ്ട് കോൺഗ്രസിന്റെ ആൾക്കാരൊന്നും തെറി വിളിക്കാൻ വരരുത്. താങ്ക് യു സോ മച്ച്. ശരി, താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. കേരളത്തിലെ പല ബസ് സ്റ്റാൻഡുകളിലെയും മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലെന്നല്ല, ബസ് സ്റ്റാൻഡുകളിലെയും ശുചിമുറികളെ സംബന്ധിച്ചിടത്തോളം അത്യന്തം മോശപ്പെട്ട ഒരു മെച്ചപ്പെട്ട സംസ്ഥാനത്തിനോ രാജ്യത്തിനോ അനുയോജ്യമായ തരത്തിലേക്കുള്ള ശുചിമുറികളല്ല. ഒരു നാട്ടിൽ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അവിടുത്തെ ശുചിമുറി കൃത്യമായി കയറിക്കഴിഞ്ഞാൽ മനുഷ്യന് മാന്യമായി അവിടെ മലമൂത്ര വിസർജനം ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഒന്ന് കുളിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മെച്ചപ്പെട്ട ശുചിത്വം ഉറപ്പാക്കേണ്ട ഒരു പ്രാഥമിക ഉത്തരവാദിത്തമുണ്ട്. ആ പ്രാഥമിക ഉത്തരവാദിത്തങ്ങൾ പണം കൊടുത്ത്, നമ്മൾ ചെറിയ പണമാണെങ്കിലും തുകയാണെങ്കിലും അത് കൊടുത്ത് ഉപയോഗിക്കുന്ന ഈ ശുചിമുറികളിലൊന്നും ഇല്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. അത്തരം കാര്യങ്ങളിലൊക്കെ ആണ് അടിസ്ഥാനപരമായി സർക്കാർ ചെറിയ ചെറിയ കാര്യങ്ങളെന്ന് തോന്നും, പക്ഷേ അത്തരം കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പ്രദീപ് ചൂണ്ടിക്കാണിച്ചത്, ഒരു നാട്ടിൽ മറ്റു നാട്ടിൽ നിന്നൊരാൾ ഈ നാട്ടിലെത്തുമ്പോൾ ആ നാടിനെ ആദ്യം വിലയിരുത്തുന്നത് അങ്ങനെയാണ്. ആ നാടിൻ്റെ ഒരു പൊതുഗതാഗത സംവിധാനത്തിൽ അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്ത് അവർ ഒരു ശുചിമുറി ഉണ്ടെങ്കിൽ ആ ശുചിമുറിയുടെ ശുദ്ധി അത് എത്രത്തോളം വൃത്തിയുള്ളതാണ്, ആ വൃത്തി വളരെ പ്രധാനമാണ്. ആളുകളെ സംബന്ധിച്ച് അത് പ്രധാനമാണ്. അത് ഉറപ്പാക്കാനുള്ള ബാധ്യത സർക്കാരുകൾക്കുണ്ട്. പക്ഷേ പലപ്പോഴും അത്തരം കാര്യത്തിൽ വലിയ കെട്ടിടങ്ങളും കമാനങ്ങളും ഒക്കെ പണിയുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി പണം ചെലവഴിക്കുന്ന ഒരു ആവേശം അല്ലെങ്കിൽ അതിൻ്റെ ശ്രദ്ധ ഈ കാര്യത്തിൽ ഉണ്ടാവാറില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ് ശ്രീ പ്രദീപ് ചൂണ്ടിക്കാണിച്ച. ശ്രീ അജികുമാറാണ് പൂജപ്പുരയിൽ നിന്നാണ്. ശ്രീ അജികുമാർ, യഥാർത്ഥത്തിൽ ഈ CP ജോൺ സൗജന്യം സ്ത്രീകൾക്ക് കൊടുക്കുകയും അങ്ങനെ ആ ബസ്സിലേക്ക് ഇടിച്ചു കയറുന്നു എന്ന് പറയുകയും ആളുകൾ ആശുപത്രിയുടെ വരാന്തയിൽ പോയി കെട്ടിക്കിടന്ന് ചികിത്സ നേടുന്നു എന്നൊക്കെ പറയുകയും അവിടെ കുട്ടികളെ പക്ഷേ പ്രൈവറ്റ് സ്കൂളുകൾ ഉയർന്ന ഫീസ് കൊടുത്ത് പഠിപ്പിക്കാൻ വിടുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു അപമാനകരമായ പ്രസ്താവനയാണ്. ഹലോ, നമസ്കാരം, പറയൂ ശ്രീ അജികുമാർ. നമസ്കാരം. ഇത് CP ജോൺ എന്ന് പറഞ്ഞ മന്ത്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, ഒരു LDF പ്രവർത്തകൻ, മുമ്പ് CPM കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഭാഷയിൽ കുറച്ച് മുതലാളിത്ത ചിന്ത കടന്നുകൂടിയിട്ടുണ്ടെന്നൊരു സംശയം വന്നിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിയായപ്പോൾ ചില്ലിമേളിലിരിക്കുമ്പോൾ കല്ലെറിയാൻ തോന്നും. അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ല. അല്ലെങ്കിൽ സ്ത്രീജനങ്ങൾക്ക് ആ സൗജന്യം കൊടുക്കരുതായിരുന്നു. ആ സൗജന്യം കൊടുത്തിട്ട് അവരെ പരിഹസിക്കാൻ പാടില്ല. സ്വാഭാവികമായിട്ടും നമുക്ക് എവിടെയും ഒരല്പം സൗജന്യം കിട്ടുമ്പോൾ ആ സൗജന്യം നമ്മൾ ഉപയോഗപ്പെടുത്താൻ നോക്കും. അത് തെറ്റല്ല, ഒരിക്കലും തെറ്റല്ല. അത് കൊടുത്തിട്ട് പിന്നെ അവരെ പരിഹസിക്കാൻ പാടില്ല. അധികം ആ വാക്ക് പിൻവലിച്ചു എന്ന് പറയുന്നുണ്ട്. അത് ഓക്കെ, അത് സ്വാഗതാർഹമാണ്. നമ്മളൊരു ഒരാളെ കല്ലെടുത്ത് തന്നിട്ട് അയ്യോ വേദനിച്ചോ, ഞാൻ എറിഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോ ഒരു CP ജോൺ ശരിക്കും പറഞ്ഞാൽ വളരെ മിതത്വമായിട്ട് വളരെ പക്വതയോട് പെരുമാറുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന വ്യക്തിയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് പലപ്പോഴും. അദ്ദേഹത്തിന്റെ ഭാഷയും അദ്ദേഹത്തിന്റെ പെരുമാറ്റവും ഒക്കെ, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ വളരെ വളരെ പക്വതയോട് തന്മയത്തോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിർഭാഗ്യവശാൽ അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ല. അദ്ദേഹത്തിന്റെ വാക്ക് ഒരുപക്ഷെ ഈ സർക്കാരിനെ തന്നെ അത് ബാധിക്കും. ഇപ്പൊ നമ്മൾ സാഹചര്യം താങ്കളുടെ വാക്കുകൾ വളരെ വ്യക്തമാണ്. ശ്രീ അജികുമാർ. ശ്രീ രാജീവാണ് കൊല്ലത്ത്. ശ്രീ രാജീവ്, താങ്കൾ എങ്ങനെയാണ് CP ജോണിന്റെ വാക്കുകളെ കാണുന്നത്? അദ്ദേഹം പറഞ്ഞ അർത്ഥത്തിലാണോ അതോ കേട്ട ആളുകൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലാണോ? ഏത് തരത്തിലാണ്? ഞാൻ ആ മന്ത്രിയെ നമ്മൾ കുറ്റം പറയുന്നത് ശരിയല്ല. എന്തറിയാമോ, ഇത് ദീർഘവീക്ഷണം ഇല്ലാതെ ഈ കോൺഗ്രസ് പ്രകടന പത്രിക ഇറക്കിയപ്പം രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യമായത് ഇത് യഥാർത്ഥത്തിൽ ഇതിന്റെ ഒന്നും കാര്യമില്ലായിരുന്നു. എന്തിനാ സൗജന്യം കൊടുക്കുന്നത്? ഇതിന്റെ ഒരു കാര്യമില്ലായിരുന്നു സൗജന്യം. ഇത് യഥാർത്ഥത്തിൽ ആർക്ക് ഉള്ളുകൊണ്ട് താല്പര്യമുള്ള ഒരു കേസല്ല. എല്ലാ പാർട്ടിക്കാർക്കും, കോൺഗ്രസ്സുകാർക്ക് പോലും ഇത് ഉള്ളുകൊണ്ട് താല്പര്യം. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. എല്ലാം നേരത്തെ ഒരു പുള്ളി പറഞ്ഞ കണക്കല്ലേ, അല്ലാതെ എത്രയോ പേര് ഇപ്പം തന്നെ സാറിന് ഇപ്പം പറയാം, ദാരിദ്ര്യം ഇല്ലെന്ന് പറഞ്ഞു 2 കൊച്ചുങ്ങളും ഭാര്യയും ഭർത്താവും കൂടെ തൊടുപുഴ ആറ്റിൽ ചാടി മരിച്ചു. എന്തോന്നറിയ കാര്യം? അവർക്ക് കിടക്കാടമില്ല, അവർക്ക് വീടില്ല, ഭക്ഷണം കഴിക്കാൻ പൈസയില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ഒരുപാട് കിടപ്പുണ്ട്. നമ്മളാരും ഇത് അറിയാത്തോണ്ടാ ഒരുപാട് ആൾക്കാർ കിടപ്പുണ്ട്. ഇത് അവർക്കൊക്കെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇതെന്ത് ചെയ്യുന്ന ഒരു ആവശ്യമില്ല. ഇപ്പം തന്നെ ഞാൻ കൊല്ലത്തുള്ള ഈ കുളത്തൂപ്പുഴ കൊല്ലം ബസ് ഓടുന്നുണ്ട്, ഈ KSRTC വേണാട് ഏതാണ്ട്. അതിനകത്ത് ഒരു 80% യാത്രക്കാരും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. 80% ആൾക്കാർ കുളത്തൂപ്പുഴയിൽ നിന്ന് കയറിയ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലും കളക്ടറേറ്റിലൊക്കെ ജോലി ചെയ്യുന്നവരാ. റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് പിന്നെ അവർ മറ്റുള്ള സ്ഥലത്തോട്ടൊക്കെ പോകുന്നവരാ. അതിനകത്തൊരു 80% ആൾക്കാരും ഈ സൗജന്യം കൊണ്ടുപോകും. അവർക്കൊക്കെ വല്ല കാര്യമുണ്ടോ ഇത് കൊടുക്കുന്നുണ്ട്? ഇത് പാവങ്ങൾക്ക് വല്ലതും വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ കൊടുത്തിട്ട് ഇത് ഇവർക്കാർക്ക് ഈ CP ജോണും മന്ത്രി പറഞ്ഞതിനകത്ത് നമുക്ക് തെറ്റ് പറയാനില്ല. പക്ഷെ അത് പുള്ളിയുടെ ഉള്ളിലിരുന്നത് പുറത്ത് വന്നേ ഉള്ളൂ. പക്ഷെ അത് പറഞ്ഞത് തെറ്റ് ഇതായിപ്പോ എന്നേ ഉള്ളൂ. അല്ലാതെ ഇത് ഇവര് ദീർഘവീക്ഷണം ഇല്ലാതെ ഈ ഇലക്ഷന് ചെയ്ത ഒരു പരിപാടിയായത്. ഇതിന്റെ ഒരു കാര്യമില്ലായിരുന്നു. ഇവിടെ ഇപ്പം തന്നെ സാറ് ഈ മഴയത്ത് ഇടിഞ്ഞു പോയ വീടുകൾ നോക്കിയാണ്.
ഈ വീടുകളെല്ലാം ഓടിട്ട കെട്ടിടങ്ങളാ. ഓടിട്ട വീടുകളല്ലേ ആ ഇടിഞ്ഞ്, നിങ്ങളെല്ലാം ന്യൂസിൽ കാണിക്കുന്നുണ്ട് ഓരോ വീടുകൾ ഇടിഞ്ഞു പോകുന്നതും. അവിടെ ഇതെല്ലാം ഓടിട്ട വീടുകളും ഷീറ്റിട്ടും ഇട്ട വീടുകളൊക്കെ. എന്നിട്ട് പറയുന്നത് ദാരിദ്ര്യം ഇല്ല, ഇതില്ലെന്നൊക്കെ പറയുന്നത്. എനിക്ക് പറയാൻ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ കെ ജി കുമാറാണ് കൊട്ടാരക്കരയിൽ നിന്നാണ്. ശ്രീ കെ ജി കുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ CP ജോൺ പറഞ്ഞതിൽ? അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നത് കേരളത്തിലെ പൊതുഗതാഗതത്തിൽ സ്ത്രീകൾ ഇടിത്തള്ളി കയറേണ്ടി വരുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ ആശുപത്രികളിലെ ആളുകൾക്ക് സർക്കാർ ആശുപത്രിയിലെ വരാന്തയിൽ നടക്കം ചികിത്സിക്കേണ്ടി വരുന്നത്, അവർക്ക് മെച്ചപ്പെട്ട പൈസ സ്വകാര്യ ആശുപത്രിയിൽ കൊടുക്കാനില്ല, കുട്ടികളെ എന്നിട്ടും അവർ മെച്ചപ്പെട്ട സ്കൂളുകൾ പഠിപ്പിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ മെച്ചപ്പെട്ട സ്കൂളെന്നല്ല, ക്ഷമിക്കണം, ഉയർന്ന ഫീസുള്ള സ്വകാര്യ സ്കൂളിൽ പഠിപ്പിക്കാനുള്ള കാരണം അവരുടെ കുട്ടികൾക്ക് ദാരിദ്ര്യം ഉണ്ടാവാതിരിക്കാനാണ്. അതിൻ്റെ അർത്ഥം കേരളത്തിലെ പൊതു ആരോഗ്യ സംവിധാനവും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംവിധാനവും ഒക്കെ എവിടെയോ ചില കുഴപ്പങ്ങളുണ്ട്, അതിൽ വിശ്വാസമില്ല എന്നതുകൂടിയല്ലേ? അതായത് പിന്നെ ഈ മന്ത്രി പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ ഓരോ ദിവസവും KSRTCക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നഷ്ടത്തിന് ഇപ്പൊ ഈ ക്രമേണയായിരിക്കും പിന്നെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിക്കും പിന്നെ ഈ വകുപ്പിന്റെ നേതാവായിട്ടുള്ള ഈ മന്ത്രിക്കും ഒക്കെ മനസ്സിലായത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വന്നപ്പോൾ ഈ മനസ്സിൽ ഇരുന്ന കാര്യം അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാണ്. പക്ഷെ ഈ വളരെ സൗമ്യനായ ഒരു മനുഷ്യനാണ് ഈ CP ജോൺ എന്ന് പറയുന്നത്. പാർട്ടി ഈഗിൾ പാർട്ടി ആണെങ്കിൽ തന്നെയും ഈ നേതാവ് കുറച്ച് സൗമ്യനുമാണ്, കുറച്ച് ഇതുള്ള നേതാവുമാണ്. ഒരു സാമ്പത്തിക ശാസ്ത്രമൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണല്ലോ. പക്ഷെ എന്തോ ഇത് ഈ പലരും പറഞ്ഞ പോലെ തന്നെ ഇതിന് ഈ സൗജന്യ യാത്ര കൊടുത്തതിന് ഒരു മാനദണ്ഡം നിശ്ചയിക്കണമായിരുന്നു. കാര്യം ആ ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് മാത്രം കൊടുത്താൽ മതിയായിരുന്നു. കാര്യം ഈ ഉയർന്ന ശമ്പളം മേടിക്കുന്ന സർക്കാർ ജീവനക്കാർക്കും നല്ല ധനസ്ഥിതി ഉള്ള ആൾക്കാർക്കും വലിയ പെൻഷൻ വാങ്ങുന്ന പിന്നെ വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ഉദ്യോഗസ്ഥകൾക്കും ഒക്കെ കിട്ടുന്നുണ്ട്. അത് കാരണം ഇങ്ങനെ സാധാരണക്കാർ ഈ തള്ളിക്കയറ്റം എന്ന് പറയുന്നത് സംഗതി ശരിയാണ്. ഈ പ്രിയദർശിനി ഫ്രീ സർവീസ് വരുന്ന ആൾക്കാർ മാത്രമല്ല, ഇപ്പൊ 9:20 ഒരു പ്രിയദർശിനി ഉണ്ടെങ്കിൽ 9 പോകേണ്ട ആൾക്കാർ അതിൽ പ്രൈവറ്റ് ഉണ്ട് അതിൽ പോവില്ല, ഇതിൽ പോവും. കാര്യം എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കണ്ടല്ലോ. അപ്പൊ വളരെ ദൂരത്തിൽ ബന്ധുവീട്ടുകളിൽ പോകാനും അതിനും ഇതിനും ഒക്കെ ഇങ്ങനെ ആൾക്കാർ ഫ്രീ സൗജന്യമായിട്ട് കിട്ടുമ്പോൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തും. വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്യേണ്ടതായിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.